നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്ന് പഞ്ചമി, തേയ്പ്പിറ പഞ്ചമി. ഇന്നത്തെ പതിവ് എന്താച്ചാല് സിദ്ധർകൾ മുറയില് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഈ പതിവിൽ വന്നിട്ട് എപ്പോ പഞ്ചമി തുടങ്ങി എപ്പോ വരെ ഇരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യസിദ്ധി നേരവും 2 തവണ ഇരിക്കുന്നുണ്ട്. ഈ മുറ വന്നിട്ട് ഭയങ്കര പവർഫുള്ള്, ഒത്തിരി, അതായത് നമ്മൾ എന്ത് ആഗ്രഹിച്ചത് ചെയ്യുന്നുവോ അത് തീർച്ചയായിട്ടും വരാഹി അമ്മ നമുക്ക് കൊണ്ട് തന്നിരിക്കും. നിങ്ങൾ വന്നിട്ട് കാര്യസിദ്ധി നേരവും പഞ്ചമിതിഥി ടൈമിങ്ങും നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യത്തിന് കറക്റ്റ് ആയിട്ട് ചെയ്തോളുക. ഇത് വന്നിട്ട് പല വകയിൽ നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇത് ചെയ്തിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്നു കിട്ടും. അതും വന്നിട്ട് പഞ്ചമിതിഥിയിൽ ചെയ്യുക എന്നത് നിങ്ങൾക്ക് വിജയത്തെ കൊണ്ടുതരും. മാത്രമല്ല, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. തേയ്പ്പിറ പഞ്ചമി ടൈമിംഗ് പറയാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ന് 11:12 തുടങ്ങി നാളെ 5-ാം തീയതി ഞായറാഴ്ച രാവിലെ 11:25 AM വരെയാണ് തിഥി ഇരിക്കുന്നത്. ഈ ടൈമില് നിങ്ങൾ വരാഹിയമ്മനോട് കോവിലേക്ക് പോയി ചെയ്താലും ശരി, അതല്ല നിങ്ങൾ വീട്ടിൽ ചെയ്താലും ശരി, നിങ്ങൾ വഴിപാട് ചെയ്യുമ്പോൾ ഏത് വിഷയത്തിനാണോ നിങ്ങൾ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് വീട്ടിൽ കൊണ്ടുവിടും. ശരിയാ? കാരണം പഞ്ചമിയില് നമ്മൾ എന്ത് കേട്ടാലും അത് അതുപോലെ നടന്ന് കിട്ടും. വരാഹിയമ്മ നടത്തി തരും. നോ എന്നൊരു വിഷയമേ അവിടെ ഇല്ല. ഇന്ന് വന്നിട്ട് നമുക്ക് കാര്യസിദ്ധി നേരവും ഇരിക്കുന്നുണ്ട്. അതായത് 2 തവണ കാര്യസിദ്ധി നേരം ഇരിക്കുന്നുണ്ട്. മധ്യാഹ്നം 12:10 PM സ്റ്റാർട്ട് ചെയ്ത് 1:15 PM വരെയാണ് ഒരു കാര്യസിദ്ധി നേരം ഇരിക്കുന്നത്. അത് വിട്ടാല് പിന്നെ രാത്രി 9:45 PM തുടങ്ങി 10:15 PM വരെ അടുത്ത സമയം ഇരിക്കുന്നുണ്ട്. ഇപ്പോ ഇന്നത്തെ പഞ്ചമിയില് നമുക്ക് 2 കാര്യസിദ്ധി നേരമാണ് ഇരിക്കുന്നത്. എല്ലാരും നന്നായിട്ട് യൂസ് ചെയ്തോളുക. ഇത് വന്നിട്ട് നിങ്ങൾ ടൈമിങ്സ് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ വേണ്ടുതൽ വെച്ചോളുക. ഈ കാര്യസിദ്ധി നേരത്തില് നിങ്ങൾ ഞാൻ പറയുന്ന ഈ കാര്യത്തെ കറക്റ്റായിട്ട് ചെയ്തോളുക. ഇനി കാര്യസിദ്ധി നേരത്തിന് പറ്റാത്തവര് നിങ്ങൾ മുഴുനീള പഞ്ചമി തിഥി ഇരിക്കുന്നുണ്ട്, തിഥി തീരും മുന്നെങ്കിലും ചെയ്തോളുക. കാര്യസിദ്ധി നേരം വന്നിട്ട് നന്നായിട്ട് பயன்படுത്തുന്നവർക്ക് വന്നിട്ട് ഭയങ്കരമായ അതിശയങ്ങളാണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ കാര്യസിദ്ധി നേരം മാക്സിമം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തോളൂ. ഇപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പരിഹാരത്തിന് എന്തെല്ലാം പൊരുൾ വേണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. നമ്മുടെ വീട്ടിലിരിക്കുന്ന പൊരുൾകൾ മട്ടും പോതും, അത് മാത്രം നിങ്ങൾ എടുത്തു വെച്ചാലേ പോതും. ഇനി നോക്കിക്കോളൂ. ഇപ്പോ തേവയാണ് ഫസ്റ്റ് പൊരുൾ വന്നിട്ട് തേങ്ങയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന തേങ്ങയെ മതി. അതിന്റെ കുടുംബയോടുകൂടി, അതായത് മേലത്തെ ഈ അഗ്രഭാഗം ഇരിക്കുന്നില്ലേ, അതോടുകൂടി ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തോളുക. ഏതെല്ലാം കാര്യങ്ങൾ ഞാൻ പറയുന്നുവോ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തോളുക. കാരണം ഇതിന് ചെറിയ ചെറിയ റൂൾസ് ആണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന മാതിരി ഇരിക്കും. ഇനി രണ്ടാമത്തെ പൊരുൾ എന്താ വെച്ചാല് മഞ്ഞക്കയറാണ്. ഇപ്പോ തമിഴിയൻസിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാല് നമ്മള് താലിമാല കൊരുത്തിടുന്നത് മഞ്ഞച്ചരടിലാണ്. അതുപോലെയുള്ള മഞ്ഞച്ചരട് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കോളുക. അല്ല വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തോളുക. വേറൊരു വിഷയം ഇതിൽ എന്താ വെച്ചാല്, നിങ്ങൾ ഇന്ന് ഈ പരിഹാരം ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കഴിക്കുന്ന ഫുഡില് ഉപ്പ് ചേർക്കാനേ പാടില്ല. അത് കുറച്ച് നല്ല കാര്യം. പിന്നെ നിങ്ങൾക്ക് പറ്റില്ല വെച്ചാല് ചേർത്തോളുക, വേറെ വഴിയില്ലല്ലോ. ഇനി എന്താ ചെയ്യേണ്ട വെച്ചാല് ഈ തേങ്ങയ്ക്ക് ഇതിന്റെ മുകുടി ഉൾപ്പെടെയുള്ളതിന് നന്നായിട്ട് മഞ്ഞൾ തടവി വിട്ടോളുക. നെറ്റിയിൽ എന്നിട്ട് കുങ്കുമം വെച്ച് പൊട്ടുവെക്കുക. ദെൻ ഈ മഞ്ഞ ചരട് ഇരിക്കുന്നില്ലയാ, ഈ മഞ്ഞ ചരടിൽ വന്നിട്ട് നമ്മൾ മുടിച്ചിലിടണം. ഈ മുടിച്ചിലിടുമ്പോൾ വരാഹിയമ്മനോട് ശക്തിയായ ഒരു മന്ത്രം കൂടെ പറയുന്നുണ്ട്. ആ മന്ത്രവും കൂടെ ചൊല്ലി വേണം മുടിച്ചിലിടാനായിട്ട്. ഇത് ഓരോരോ മുടിച്ചിടുമ്പോഴും മന്ത്രം വന്നിട്ട് 3 തവണ, അതായത് 3 ടൈംസ് ചൊല്ലണം. ഇപ്പൊ നിങ്ങൾ എത്ര മുടിച്ചു പോടണോ അത് വന്നിട്ട് ഒറ്റപ്പടിയിൽ, അതായത് ഓഡ് നമ്പേഴ്സിൽ മാത്രമേ മുടിച്ച് പോടകൂടാവൂ. 3, 5, 7, 9, 11 അതിനു മേലെ നിങ്ങൾ പോട വേണ്ട. ഇനി മന്ത്രം കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതാണ് ആ മന്ത്രം. റീം ക്ലീം ശ്രീം വര വര. റീം ക്ലീം ശ്രീം വര വര. റീം ക്ലീം ശ്രീം വര വര.
ഈ മന്ത്രം വന്നിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടതൊന്നും അല്ലല്ലോ. ഒരേ ഒരു തവണ നിങ്ങളിത് ചൊല്ലിയാലേ നിങ്ങൾക്കിത് വന്നിട്ട് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമില്ലേ. ഓരോരോ മുടിച്ചിലിടുമ്പോഴും 3 ടൈംസ് 3 തവണ ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക. എത്ര മുടിച്ച് ഇടുന്നുവോ അത് ഓരോന്നിനെ പൊരുത്ത് നിങ്ങൾ ഓരോന്നിനും 3 തവണ വെച്ച് ചൊല്ലിക്കോളൂ. ഇത് കണക്കാണ്. സോ നിങ്ങൾ ഓർമ്മയിൽ ഇത് വെച്ചോളുക. ഞാൻ പറഞ്ഞതുപോലെ ഈ വഴിപാട് ചെയ്യുന്നവര് നല്ല മനസ്സോടെ ഇരിക്കുക. മനസ്സിൽ വേറെ ചിന്തകളൊന്നും പാടില്ല, നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട. എല്ലാം നടക്കും, ശുഭമായിരിക്കും എന്ന വിശ്വാസത്തോടു കൂടി വരാഹ്യമ്മനിൽ പ്രാർത്ഥിച്ച് അമ്മനെ വിശ്വസിച്ച് ചെയ്തോളുക. മാത്രമല്ല നിങ്ങൾ അമ്മനോട് പറയുക, ഞാൻ അമ്മനെ വിശ്വസിച്ചാണ് ചെയ്യുന്നത്, ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് എത്രയും പെട്ടെന്ന് നടത്തി തരണേ അമ്മേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചോളും. ഇന്ന് മാത്രം നിങ്ങൾ ഉപ്പില്ലാതെ കഴിക്കാൻ ശ്രദ്ധിച്ചോളുക. അതല്ല പറ്റില്ല വെച്ചാല് നിങ്ങൾ കഴിച്ചോളൂ, ഞാൻ വേറെ എന്താ ഇതിന് പറയുക. പക്ഷെ ഉപ്പില്ലാതെ കഴിക്കുകയാണെങ്കിൽ അത്രയും അത് നമ്മള് വിത്തിൻ അവേഴ്സിൽ നമുക്കതിന് ഒരു ഫലം കിട്ടിയിരിക്കും. കാരണം കുറിപ്പിൽ പറയുന്ന വിഷയം എന്താ വെച്ചാല് ഈ മന്ത്രം ചെയ്യുമ്പോൾ, ഈ പരിഹാരം ചെയ്യുമ്പോൾ വന്നിട്ട് ഉപ്പ് ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ കൊണ്ട് അത് സാധിക്കുമെങ്കിൽ ചെയ്തോളൂ, ഇല്ല എങ്കിൽ കുറച്ചുപ്പ് യൂസ് ചെയ്തോളൂ. ശരിയാ. നമ്മൾ ഏതൊരു പ്രാർത്ഥനയായാലും നമ്മളിപ്പോ ഉപ്പ് ഒഴിവാക്കി ഉപ്പില്ലാതെ ആ സാപ്പിട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏതൊരു വിഷയമായാലും ശീഘ്രം വന്നിട്ട് അതിന് ഒരു ബലം കിട്ടും. ഇത് വന്നിട്ട് ഒരു വ്രതത്തിന് സമം. സിദ്ധറുകൾ അങ്ങനെയാണ് ഇതിനെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉപ്പില്ലാതെ ഉള്ള ഒരു വ്രതം ഞങ്ങൾ ഇതുവരെ ഇരുന്നിട്ടില്ല. അങ്ങനെ ചോദിക്കാം. പക്ഷെ ഇത് വന്നിട്ട് അത്രയ്ക്കും പവർഫുൾ ആണ്. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ ഇരുന്ന് ചെയ്തോളുക. കാരണം നമ്മളൊക്കെ ഇരിക്കുന്ന സാധാരണ വ്രതത്തിലെടുത്ത് ഒക്കെ ചെയ്യുന്ന വ്രതമല്ലേ, ഒരു നേരം മാത്രം കഴിച്ചിട്ട് ചെയ്യുന്നത്, ഒരു നേരം കഴിക്കാതെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള വ്രതം, ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള വ്രതമേ നിങ്ങൾ ഇരുന്നിട്ടുള്ളൂ. ഈ ഒരു ഉപ്പ് ഒഴിവാക്കിയുള്ള വ്രതം കൂടുതൽ പേരും ഇരുന്നിട്ടുണ്ടാവത്തില്ല. നമ്മൾ കഴിക്കുന്ന സാപ്പാടില് ഉപ്പില്ലാതെ കഴിക്കുന്നത് ഒരു വ്രതമായിട്ട് നിങ്ങൾ മനസ്സിൽ കരുതി നിങ്ങളിത് ചെയ്യുമ്പോൾ ആ വിഷയം വന്നിട്ട് ഒരേ തടവിൽ തന്നെ നടത്തി കാമിക്കും അമ്മ. അതായത് പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് നടന്നു കിട്ടും. കൂടുതൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. ഇത് വന്നിട്ട് ചുമ്മാ പറയുന്നതല്ല, ഒരു ഐതിഹ്യം തന്നെ ഇതിന്റെ മേലെ ഇരിക്കും. ബട്ട് ഈ മുറയ്ക്ക് വന്നിട്ട് ഉപ്പ് കൂട്ടി കഴിച്ചൂടാ എന്ന് ഒന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് ഇതിന് ഇരിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. ഇനി ഈ മുറ ചെയ്യുന്നതിന് റൂൾസ് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് തീർച്ചയായും ഇരിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല. ഇനി ചിലരുടെ ഡൗട്ട് ഉണ്ടാവാം, ഞങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിച്ചോട്ടെ എന്ന്. പാടില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ നാൾ മുഴുക്കെ നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ചില മുറകൾക്ക് വന്നിട്ട് ഞാൻ പറയും ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാമെന്ന്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. പിന്നെ പുലവാലയമ ഉള്ളവരും പീരിയഡ്സ് ടൈമിൽ ഇരിക്കുന്നവരും ഒന്നും ഇത് ചെയ്യരുത്. സോ നിങ്ങൾ വന്നിട്ട് ഒന്നേൽ 2 കാര്യസിദ്ധി നേരെ ഇരിക്കുന്നുണ്ടല്ലോ, അത് ഒന്നേൽ വന്നിട്ട് നിങ്ങൾ 12 മണിക്ക് മേലുള്ളതിൽ ചെയ്യുക, ഇല്ലെങ്കിൽ രാത്രി ഉള്ളതിൽ നിങ്ങൾ ചെയ്തോളുക. ഏത് ടൈം നിങ്ങൾക്ക് കൺവീനിയന്റോ അത് നോക്കി നിങ്ങൾ ചെയ്തോളുക. ഇനി അടുത്ത നിങ്ങളുടെ ഡൗട്ട് എന്തായിരിക്കും, ഈ തേങ്ങയ്ക്ക് നമ്മൾ മഞ്ഞൾ തടവി ചരട് പോട്ട് വെച്ചിരിക്കുമില്ലേ, അത് വന്നിട്ട് എന്ന് തിരിച്ച് എടുക്കണം, എപ്പോ അത് എടുത്ത് എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരാം. ഇത് ശരിയായിട്ട് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഈ തേങ്ങ എടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ കുക്കിങ്ങിന് യൂസ് ചെയ്യാം. പക്ഷെ നോൺ വെജ് ഒന്നും വെക്കാൻ ഉപയോഗിക്കരുത്. ഇല്ല, ഇതിന്റെ ചരടുണ്ടല്ലോ, അത് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ അമ്മനോടെ വരാഹിയമ്മനോടെ പടമോ ശിലയോ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലെ നിങ്ങൾ ഇട്ടോളുക മാലയായിട്ട്. അതങ്ങനെ ഇരുന്നോട്ടെ. ഒരു 3 മാസം കഴിയുമ്പോൾ അതെടുത്ത് നിങ്ങൾ വെളിയിൽ കളഞ്ഞോളുക. അത് കാൽപ്പെടാത്ത ഇടത്തിലോ ഇല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലോട്ടോ നിങ്ങൾ എറിഞ്ഞു കളയുക. കാരണം ആ ചരടിരിക്കുന്നത് ഭയങ്കര നല്ല കാര്യം. ഇത് എന്തിനാ പറയുന്ന വെച്ചാല്, നമ്മൾ ഇതിൽ ഓരോരോ മുടിച്ചു പോടുമില്ലയാ, ഈ ഓരോരോ മുടിച്ചുകളും നമുക്കിട്ട് ഇരിക്കുന്ന കഷ്ടങ്ങള്, തടസ്സങ്ങൾ, നമുക്ക് അറിയാതിരിക്കുന്ന കൺദൃഷ്ടിയൊക്കെ വരുമില്ലേ, കൺദൃഷ്ടി, മറ്റുള്ളവരുടെ പ്രാക്ക്, എല്ലാത്തെയും വന്നിട്ട് ഉടച്ചെറിയും. അത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കെട്ടിപ്പോട്ടി വെളിയിൽ പോടുന്ന മാതിരി ഇരിക്കും. അതിനാലെയാണ് ആ ചരട് വന്നിട്ട് നിങ്ങളൊരു 3 മാസം അമ്മനോടെ കഴുത്തിൽ തന്നെ കിടക്കട്ടെ എന്ന് പറയുന്നത്. കാരണം ഈ 3 തവണ മന്ത്രം ചൊല്ലിയാണ് ഓരോ മുടിച്ചിലും പോട വേണ്ടിയത്. അപ്പൊ ഈ ഓരോ മുടിച്ചിയും പോടുമ്പോഴും നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ അത് കെട്ടിപ്പൂട്ടിയ മാതിരിയായിട്ടും നമ്മുടെ തടസ്സങ്ങളെല്ലാം ഇങ്ങനെ കെട്ടി വന്നതുപോലെ, അതായത് അത് നമ്മളിൽ നിന്നും പോയത് മാതിരി ആയിടും. നിങ്ങൾക്ക് വന്നിട്ട് അതിനാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരില്ല. എന്താ വെച്ചാല് നിങ്ങൾക്ക് എതിനാല് നിങ്ങൾ ബാധിക്കപ്പെട്ടിട്ടിരിക്കുന്നുവോ അതില് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരാതെ അത് കെട്ടിപ്പൂട്ടിയ മാതിരി അങ്ങ് മാറിപ്പോയിടും. 3 months ആഫ്റ്റർ നിങ്ങൾ ഇതെടുത്ത് വെള്ളത്തിൽ ഒഴുക്കി വിടുകയോ ഇല്ലെങ്കിൽ കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുകയോ ചെയ്തോളൂ. കാൽപ്പെടാത്ത ഇടത്തിൽ നിങ്ങൾ എറിയുന്നത് വിട നിങ്ങൾ ഒഴുകുന്ന ജലത്തിൽ ഇട്ട് കളയുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇങ്ങനെ ചെയ്തോളുക. ഇത്രയേ ഉള്ളൂ. ഇത് ഒത്തിരി ഈസി ആയ ഒരു വിഷയം, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയത്. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചോളുക.
ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിന്റെ സൈഡിൽ ഒരു ഹൈപ്പ് എന്ന ബട്ടൺ ഉണ്ട്, അതിൽ കൂടെ ഒന്ന് അമർത്തണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.